വെള്ളിയാഴ്ച കൗൺസിലർ സുഗതന്റെ കാര്യത്തിൽ ആകാംക്ഷ. തിരുവനന്തപുരം കോർപ്പറേഷൻ യോഗം ഈ മാസം 31-ന് വെള്ളിയാഴ്ച ചേരും. കൗൺസിലർ ആർ സുഗതന്റെ കാര്യത്തിലാണ് ആകാംക്ഷ നിലനിൽക്കുന്നത്. ഈ യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ സുഗതൻ തുടർച്ചയായ 3 യോഗത്തിൽ വിട്ടുനിൽക്കുന്ന സാഹചര്യം വരും. അയോഗ്യതാ ഭീഷണി മറികടക്കാനുള്ള മാർഗം തേടുകയാണ് BJP. എന്നാൽ സാധാരണ യോഗം മാത്രമെന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷ് വ്യക്തമാക്കി. ഭരണത്തെ ഒന്നും ബാധിക്കില്ലെന്നും മേയർ കൂട്ടിച്ചേർത്തു. അതേസമയം കൗൺസിലർ സ്ഥാനത്തിന് അയോഗ്യത സംഭവിക്കാതിരിക്കാൻ കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന വാഴോട്ടുകോണം കൗൺസിലർ ആർ സുഗതൻ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിൽ യോഗം വെള്ളിയാഴ്ച നടക്കാനിരിക്കെ അഭിഭാഷകൻ മുഖാന്തരം മേയർ VV രാജേഷിന് അവധി അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ്. BJP ഭരണസമിതിക്ക് നിർണായകമായ കൗൺസിൽ യോഗമാണ് വെള്ളിയാഴ്ച നടക്കാൻ പോകുന്നത്. മുൻപ് നടന്ന 2 കൗൺസിൽ യോഗങ്ങളിലും ആർ സുഗതൻ പങ്കെടുത്തിരുന്നില്ല. തുടർച്ചയായി 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ കൗൺസിലർ സ്ഥാനത്തിന് അയോഗ്യതയുണ്ടാകും. ഈ നീക്കത്തെ നിയമപരമായി നേരിടാനാണ് BJP ഒരുങ്ങുന്നത്, ശ്രമം നടത്തുന്നതും. ദൈവങ്ങളുടെ പേരെടുത്ത് പറഞ്ഞും ബലിദാനികളുടെ പേരിലും സത്യപ്രതിജ്ഞ ചെയ്തതിന് സുഗതൻ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. പിന്നാലെ സുഗതൻ ഒഴികെയുള്ളവർ സത്യപ്രതിജ്ഞ ചെയ്തു. ഹൈക്കോടതിയിൽ നിന്നും അനുകൂല ഉത്തരവ് ലഭിച്ചതിനെ തുടർന്ന് ജൂലൈ 14-ന് സുഗതൻ വിയ്യൂർ ജയിലിൽ വെച്ചാണ് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തത്. സംസ്ഥാനത്ത് ആദ്യമായാണ് ജനപ്രതിനിധി ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. കൗൺസിൽ യോഗം എത്രയും വേഗം വിളിക്കണമെന്ന് പ്രതിപക്ഷം നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. സുഗതനെതിരെ വിമർശനം കടുപ്പിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. സുഗതന്റെ അവധി അപേക്ഷ മേയർ കൗൺസിലിൽ അംഗീകാരത്തിന് സമർപ്പിക്കും. നിലവിൽ സ്വന്തം പിന്തുണയോടെ 51 സീറ്റുമായാണ് BJP തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത്. സുഗതന്റെ കൗൺസിലർ സ്ഥാനത്തു നിന്നും കോട്ടം തട്ടുന്നത് BJPയെ പ്രതിസന്ധിയിലാക്കും. മാത്രമല്ല, കൗൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞയിൽ മേയർ VV രാജേഷ് പ്രതികരിച്ചിരുന്നു. ഹൈക്കോടതി ഉത്തരവ് കൃത്യസമയത്ത് നടപ്പാക്കിയെന്ന് മേയർ VV രാജേഷ് ചൂണ്ടിക്കാട്ടിയിരുന്നു. കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്ന കാര്യം കോടതിയുടെ പരിഗണനയിലാണെന്നും സുഗതന്റെ അഭിഭാഷക സംഘം കാര്യങ്ങൾ നോക്കുമെന്നും മേയർ പറഞ്ഞു. അതിൽ വരുന്ന ഉത്തരവുകൾ നടപ്പിലാക്കുക എന്നതാണ് കോർപ്പറേഷന്റെ ദൗത്യം. കൗൺസിലറുടെ അവധി അപേക്ഷയിൽ നിയമോപദേശം തേടിയിട്ടുണ്ട്. കാപ്പ ആക്ട് കേരളത്തിൽ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ മാത്രമാകുന്നത്. രാഷ്ട്രീയ സമരങ്ങളിൽ പങ്കെടുത്ത കേസുകൾ എല്ലാവർക്കുമുണ്ട്. ശക്തമായ വിയോജിപ്പ് CPIM-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് അറിയാമെന്നും 1 ഇഞ്ച് പിന്നോട്ടില്ലെന്നും VV രാജേഷ് വിശദമാക്കിയിരുന്നു. കൗൺസിലറുടെ അസാന്നിധ്യം വരുന്ന സാഹചര്യങ്ങൾ അത് മറികടക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. സുഗതന്റെ വാർഡിലെ കാര്യങ്ങൾക്ക് മേയർ നേതൃത്വം നൽകും. വാർഡിലെ കാര്യങ്ങൾക്ക് ഒരു തടസ്സവും ഉണ്ടാകില്ലെന്ന് മേയർ ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.